നമസ്കാരം. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2017 ആണ്ടിൽ ഗുണദോഷ മിശ്രമായിട്ടുള്ള ഒരു ഫലമാണ് വിഷുഫലമായി പറയുന്നത്. അതായത് മകരക്കൂറ് ജനിച്ചവർക്ക് എല്ലാ പ്രകാരത്തിലും അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. കഴിഞ്ഞ വർഷം തുടങ്ങിവെച്ച കർമ്മ പദ്ധതികൾ പൂർത്തീകരിച്ച് സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകുവാനും ഇതിനെ പ്രതി മറ്റൊരു ഗ്രഹത്തിലേക്ക് വിസ്തൃതിയുള്ള ഗ്രഹത്തിലേക്ക് മാറി താമസിക്കുവാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. മറ്റു ചിലർക്ക് പുതിയതായുള്ള കർമ്മ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുവാനുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടായിത്തീരുക. ഗഹനമായ വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുവാൻ അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും. പലപ്പോഴും മറവി സംഭവിക്കുന്നതിനാൽ എല്ലാം എഴുതി വെച്ച് ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ബന്ധുവിൻ്റെ ദുസ്സംശയങ്ങൾക്ക് വിശദീകരണം നൽകുന്നത് വഴി സ്വന്തം നിലയിലും അജ്ഞാനം ഒഴിവാകുവാനുള്ള യോഗം കാണുന്നുണ്ട്. ആർജിച്ച വിജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് വഴി ആശ്വാസകരമായ അന്തരീക്ഷം സംജാതമാകും. ഗതിവിഗതികൾക്കനുസരിച്ച് ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ പൂർണ്ണ ഫലപ്രാപ്തി നേടും. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയം ഉണ്ടാകും. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും. വ്യവസ്ഥകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നത് വഴി സൽകീർത്തിക്ക് യോഗം കാണുന്നുണ്ട്. വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാകും. ഉദ്യോഗത്തിനോടനുബന്ധമായി ലാഭശതമാന വ്യവസ്ഥകളോടുകൂടിയതായിട്ടുള്ള കർമ്മ മേഖലകൾക്ക് തുടക്കം കുറിക്കും. വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതി ലഭിക്കും. മറ്റു ചിലർക്ക് മക്കളോടൊപ്പം മാസങ്ങളോളം താമസിക്കുവാനുള്ള അവസരം വന്നു ചേരുവാനുള്ള യോഗം കാണുന്നുണ്ട്. പ്രകൃതിക്ഷോഭത്താൽ കൃഷിനാശം സംഭവിക്കുമെങ്കിലും സെപ്റ്റംബറിന് ശേഷം ആദ്യ വിളവെടുപ്പ് നടത്തുന്നതിൽ അനുകൂലമായിട്ടുള്ള ഫലം കണ്ടു തുടങ്ങും. നിയതമായിട്ടുള്ള വ്യവസ്ഥകൾ പാലിക്കുന്നത് വഴി സൽകീർത്തി, സജ്ജനപ്രീതി, പ്രതാപം, ഐശ്വര്യം എന്നിവ എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാൻ അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ 2017 ആണ്ടിൽ അനുഭവയോഗ്യമായിട്ടുള്ള വിഷുഫലമാണ് ഈ പറഞ്ഞത്. നമസ്കാരം.